ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിന് നൽകാൻ കൊതിക്കുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഒരു ശിശു. മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്നും ജന്മം കൊള്ളുന്ന ഒരു പിഞ്ചു പൈതൽ. ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നിടം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യവും സ്നേഹവും തളം കെട്ടി നിൽക്കുന്ന ഭവനമാണ്. മാനുഷികമായ പരിമിതികളിൽ നിന്ന് ഉയരുന്ന, സ്വതസിദ്ധമായി പങ്കുവയ്ക്കാൻ കൊതിക്കുന്ന വികാരങ്ങളുടെ തണലിൽ അപ്പനാരെന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത വിധം ജനിക്കുന്ന ഒരു കുഞ്ഞിന് ദൈവത്തിൻ്റെ കുഞ്ഞായി വളർന്നു വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പ്രേമത്തിൻ്റെ പേര് പറഞ്ഞ് സ്നേഹമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ അവഹേളിച്ച് ഇന്ന് പല കുഞ്ഞുങ്ങളും ജനിക്കാറുണ്ട്. അതിനുശേഷമുള്ള പൊട്ടിക്കരച്ചിലും ഈ കുഞ്ഞിനെ നന്നാക്കി കൊണ്ടുവരാൻ നല്ല ഒരു കുഞ്ഞാക്കി തീർക്കാനുള്ള പരിശ്രമങ്ങളും വൃഥാവിലാകുന്ന അനുഭവങ്ങളും നമ്മൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ച 2 ഓമനത്വമുള്ള കുഞ്ഞുങ്ങളെ തന്ന് ദൈവം എൻ്റെ വീടിനെ അലങ്കരിച്ചു. ഒരുപാട് നന്ദിയും സന്തോഷവും തോന്നി. ഒരു കുഞ്ഞ് ജനിച്ചാൽ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കും, ഈ കുഞ്ഞിന് എന്തെങ്കിലും പോരായ്മയുണ്ടോ, ശാരീരികമായ വൈകല്യങ്ങളുണ്ടോ, അതിൻ്റെ മൂക്കെങ്ങനെ, കണ്ണെങ്ങനെ, കാലിന് കൈക്ക് വിരലുകളെല്ലാം ഉണ്ടോ, ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ 10 മാസം എന്ന നമ്മുടെ നാടൻ പ്രയോഗത്തിൽ ദൈവം വളർത്തി വലുതാക്കുന്ന ഒരു കുഞ്ഞിന് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ എന്തുമാത്രം കഴിവുണ്ടെന്ന് ഈ ഒരു തീഷ്ണതയിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? 5-ാം മാസം മുതൽ അമ്മച്ചിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, കുടുംബ അന്തരീക്ഷം, ഇതെല്ലാം കുഞ്ഞിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് രൂപപ്പെടുന്നത്, വികാരങ്ങൾ രൂപപ്പെടുന്നത് അമ്മയുടെ ഉദരത്തിൽ 5-ാം മാസം മുതൽ ജനിച്ച് വളർന്ന് 5 മാസം പ്രായമാകുന്നത് വരെ എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞ് കേൾക്കുന്നത് എന്താ, നമ്മുടെ കുഞ്ഞ് അനുഭവിക്കുന്നത് എന്താ, അതിൻ്റെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഇളം മനസ്സിനെ സ്വാധീനിക്കുന്നു എന്ന് പല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഡോക്ടേഴ്സ് പറയും. എന്താണ് നമ്മുടെ കുഞ്ഞിന് നൽകേണ്ടത്? ഈ നാട് നന്നാകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നെപ്പോളിയൻ ചക്രവർത്തി തൻ്റെ പ്രധാനമന്ത്രിയോട് ഒരിക്കൽ ചോദിച്ചു. ഒരു നിമിഷം കൊണ്ട് മന്ത്രി ഉത്തരം പറഞ്ഞു, പ്രഭോ, നമ്മുടെ നാട് നന്നാകണമെങ്കിൽ നല്ല അമ്മമാരുണ്ടാകട്ടെ, അവരിൽ നിന്ന് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. നല്ല അമ്മമാരുണ്ടാകട്ടെ, നല്ല കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ഈ ലോക ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന നമ്മുടെ കൊച്ചുമോൻ, കൊച്ചുമോള്, അവൾ സ്വന്തമാക്കേണ്ടതായ ചില പ്രത്യേകതകളുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ ദൈവം തമ്പുരാൻ പ്രത്യേകം രൂപപ്പെടുത്തി ഈ ലോകത്തിലേക്ക് അയക്കുന്ന ഒരു കുഞ്ഞിൻ്റെ നെറ്റിയിൽ അവിടുന്ന് പോറിയിട്ട് കഴിഞ്ഞു എത്ര വർഷമാണ് ആയുസ്സെന്ന്. ആ ആയുഷ്കാലം ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ കുഞ്ഞിന് എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്, അതും ശ്രദ്ധിക്കണം. പല കാര്യങ്ങൾ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞിന് സ്വന്തമായി ലഭിക്കണം. ഒരു വീട് പണിയണമെങ്കിൽ, ഒരു തോട്ടം നട്ടുപിടിപ്പിക്കണമെങ്കിൽ, ഒരു പ്രത്യേക കൃഷിക്കായിട്ട് മണ്ണൊരുക്കണമെങ്കിലൊക്കെ എന്തോ ഒരു ശ്രദ്ധയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പ്രത്യേക സീസൺ നോക്കി, ആ പ്രത്യേക മണ്ണ് ഒരുക്കി എന്ത് സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിച്ചാലാണ് നല്ല വിളവ് കിട്ടുന്നത്. ഇതുപോലെ ഒരു ഉത്തമ പുരുഷനും ഉത്തമ സ്ത്രീയുമായി തീർന്ന് ഭാവിയിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സും ആഭിജാത്യവും സംരക്ഷിച്ച് മുന്നേറാൻ നമ്മുടെ ഉദരത്തിൽ ദൈവം തന്ന കുഞ്ഞിന്
ഒരുക്കം വേണം. ചില പ്രത്യേകതകൾ ആ കുഞ്ഞ് കേൾക്കാനും കാണാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ അനുവദിക്കണം. അതിൻ്റെ ചുറ്റും കേൾക്കേണ്ട കാര്യങ്ങൾ ഇന്ന് പലർക്കും ഇതേക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വല്യമ്മച്ചിയായിട്ടും കൊച്ചിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുമൊക്കെ നല്ല പാട്ട് കേൾക്കാൻ, നല്ല സംസാരം ശ്രദ്ധിക്കാൻ, കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എടുക്കുന്ന ശ്രദ്ധയും കൊടുക്കുന്ന താല്പര്യവും പിന്നീട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലും പല മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് സന്തോഷത്തോടെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. സാധാരണഗതിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ആരോഗ്യപരമായി ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആരോഗ്യപരമായി വളർന്നു വരുന്നതിന് പൊതുവായി പറയുന്ന ചില ഗുണങ്ങൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയണം. മിടുക്കനും മിടുക്കിയുമാകാൻ ഒന്നാമത് വേണ്ടത് ജീവിത അനുഭവങ്ങളെ സന്തോഷത്തോടുകൂടി അഭിമുഖീകരിക്കാൻ കുഞ്ഞ് പ്രാപ്തനാകണം. സന്തോഷത്തോടുകൂടെ അതിന് ചുറ്റുമുള്ളവർ താല്പര്യമെടുത്തെങ്കിലേ നടക്കൂ. കുഞ്ഞിനെ മാത്രമായിട്ട് നമുക്ക് ഒരു ശിക്ഷണം കൊടുത്തോ ഈ പ്രാപ്തി കൊടുത്തോ വളർത്താൻ പറ്റില്ല. ആ കുഞ്ഞ് ജീവിക്കുന്ന സാഹചര്യങ്ങൾ സന്തോഷം നിറഞ്ഞതാകണം. സന്തോഷമുള്ള സംസാരം, പൊട്ടിച്ചിരി, കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നവരുടെ സന്തോഷം, അതിൻ്റെ ചുറ്റും കേൾക്കുന്നതായ കാര്യങ്ങളും സംഭവിക്കുന്ന അനുഭവങ്ങളുമൊക്കെ ഈ സന്തോഷം കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഉറപ്പിക്കണം. വൈകുന്നേരം 10 മണി കഴിഞ്ഞ് കുടിച്ച് യാതൊരു വെളിവുമില്ലാതെ അങ്ങ് ദൂരേന്ന് ശ്വാസം വിടാതെ 10 മിനിറ്റ് നീളത്തിൽ ഇടവേളയില്ലാതെ തെറി പറഞ്ഞു വരുന്ന അപ്പൻ്റെ സ്വരം കേൾക്കുമ്പോൾ കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മ സങ്കടത്തോടുകൂടി ഇപ്പുറത്തെ മുറിയിൽ നിന്നിട്ട് വിളിച്ചു പറയുകയാണ് മുതിർന്ന കുട്ടിയോട്, എടാ മോനെ വല്ലയിടത്തും പോയി ഒളിക്കാൻ നോക്ക്, പിശാച് പാട്ടും പാടി വന്നുണ്ട്. എന്നിട്ട് അതേ തുടർന്ന് കയറി വരുന്ന അപ്പച്ചൻ ഈ പിശാചിൻ്റേതായ സ്വഭാവവും സംസാരവും ഈ കൊച്ചിൻ്റെ ചുറ്റും നടത്തുകയാണെങ്കിൽ ആ കുഞ്ഞ് അവിടെ മുതൽ അപ്പച്ചനെ എന്തായി കാണും? സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കമാണ് 1-ാം ക്ലാസ്സിലെ കാറ്റഗിസം ക്ലാസ്സിൽ. ദൈവം പിതാവെന്നാണ് പഠിപ്പിക്കുന്ന പാഠത്തിൻ്റെ പേര്. കൊച്ചുമക്കൾ 35 എണ്ണം നിരന്നിരുന്ന കേൾക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ വേദപാഠം നടക്കുന്നു. ഒരു കൊച്ചു മോളെ തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു, മോളെ നിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ മെടഞ്ഞു തന്ന് പൂക്കളൊക്കെ കുത്തിയതാരാ? മമ്മിയാ. മമ്മി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? മമ്മിക്ക് എന്നെ ഇഷ്ടമാണ്. ഒരാൺകുഞ്ഞിനെ തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു, കുട്ടാ ഈ ഡ്രസ്സൊക്കെ ആരുണ്ടാക്കി തന്നേ? പപ്പ. പപ്പ എന്തിനാ നിനക്ക് ഷർട്ട് നിക്കറും തയ്പ്പിച്ചു തന്നെ? പപ്പയ്ക്ക് എന്നെ എന്നാ ഇഷ്ടമെന്നറിയാമോ? അങ്ങനെ ഇഷ്ടമുള്ള പപ്പയും ഇഷ്ടമുള്ള മമ്മിയും കൊച്ചിന് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അതേ തുടർന്ന് വീണ്ടും ക്ലാസ് മുന്നോട്ട് പോവുക. ദാ നിൽക്കുന്ന പശുവിനെ കണ്ടോ? ആ പശു നമുക്ക് എന്താ തരുന്നേ? പാല്. ആഹാ, പാല് തരുന്ന പശു. പാട്ടുപാടുന്ന കിളികൾ. ഇതൊക്കെ ആര് തന്നു? ദൈവം എന്തിനാ തന്നേ? ദൈവത്തിന് എന്നെ ഇഷ്ടമായതുകൊണ്ട്. കൊച്ചുങ്ങളും എടുക്കരാ. ആ ദൈവം സ്വർഗത്തിലാണെന്നറിയാമോ? എന്തൊക്കെയാ ഒരുക്കി വെച്ചേക്കുന്നതെന്നറിയാമോ നമുക്ക്? ജിലേബി, ലഡു, കാപ്പി, മിഠായി. ഹാ, നമുക്ക് പോകണ്ടേ? എല്ലാവരും തലകുലുക്കി. പോണം ടീച്ചറെ. സ്വർഗത്തിൽ പോയി ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഇതൊക്കെ വാങ്ങണമെന്ന കൊതിയുള്ള ഒരു കൈപൊക്കിക്ക്. 35 പേരുള്ള ക്ലാസ്സിലെ 34 പിള്ളേരും കൈപൊക്കി. സ്വർഗത്തിൽ പോകണം, ദൈവത്തിൻ്റെ അടുക്ക് പോകണം, ദൈവം തരുന്ന ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വരണം. ഒരുത്തം മാത്രം ചുരുണ്ടുകൂടി തലയും കുനിച്ചിരുന്നു. മോനെ നിനക്ക് പോകണ്ടേ സ്വർഗത്തിൽ? വേണ്ട. അതെന്നാടാ? അപ്പോഴേ കണ്ണു നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? പോകണ്ട. അത് തന്നെ. എന്താ മോനെ സ്വർഗത്തിൽ പോകണ്ടാത്തേ? ദൈവമില്ലേ അവിടെ? നിങ്ങൾ പൊക്കോ, പോയിട്ട് ഇതൊക്കെ കഴിച്ചോ, എനിക്ക് വേണ്ട. കൂടുതൽ ചോദിക്കാൻ നിന്നില്ല. കാരണം അങ്ങനെ ചോദിച്ചു നിന്നാൽ ക്ലാസ് ഒന്നും മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് അതവിടെ അവസാനിച്ചു.
എന്താണെന്ന് മനസ്സിലായില്ല. ഈ കൊച്ചു മാത്രം ദൈവത്തോട് ഇത്ര ദേഷ്യം. അവൻ്റെ വീടിനടുത്ത് നിന്ന് ഒരമ്മച്ചി അവിടെ വേദവശം പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ് വിട്ടു പിള്ളേരൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടീച്ചറിൻ്റെ അടുക്ക ചെന്നു. ടീച്ചറെ, നമ്മുടെ ബാബുട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതെന്താ ടീച്ചറെ ആ കുട്ടി അങ്ങനെ പറയണേ? അപ്പോൾ ടീച്ചർ വളരെ സ്വാഭാവികമായിട്ട് എന്നോട് പറഞ്ഞു, അത്രയല്ലേ അവൻ പറഞ്ഞോളൂ. കാരണം പറഞ്ഞു വന്നപ്പോഴാണ് വീട്ടിലെ അന്തരീക്ഷം. അപ്പനെ അമ്മ ഏറ്റവും സ്നേഹമുള്ളപ്പോഴും വിളിക്കുന്നത് പിശാചെന്ന, ചെകുത്താൻ. അത്തരം ശൈലികൾ വീട്ടിൽ സാധാരണമാണ്. ഓ എൻ്റെ ദൈവമേ, ഇവിടെ ഒരു മുതുചെകുത്താനുമുണ്ട്, കുറേ കുട്ടിപ്പിശാചുകളുമുണ്ട്. അമ്മയുടെ വിസ്താരമാണ്. ഇതെല്ലാം കേട്ട് വളരുന്ന കുഞ്ഞ് തല്ലും കൊട്ടുമൊക്കെ കൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ചോദ്യം, മോനെ സ്വർഗത്തിൽ പോണോ? സ്വർഗത്തിൽ പോണോ? അവിടെ ആരുണ്ടെന്നാണ് ഞാൻ അവനെ പഠിപ്പിച്ചേ? ഒരു പിതാവുണ്ടെന്ന്. ദൈവം നമ്മുടെ പിതാവാണെന്ന്. വീട്ടിലാകെ ഒരു പിതാവിനെ അവന് പരിചയമുള്ളൂ, അത് സാക്ഷാൽ പിശാചാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പിശാച് ചത്ത് കിട്ടണേന്ന് കൊച്ചെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. തനിച്ചിരുന്നിട്ട് അവൻ പ്രാർത്ഥിക്കുമെന്ന് അവൻ്റെ അമ്മ വലിയ സന്തോഷത്തോടെ പറഞ്ഞത്, ഈ ചെറുത്താനെ ഒന്ന് കൊന്നു തരണേന്ന് ദൈവത്തോട്. ഈ ദൈവമാകുന്നതും ഒരു പിതാവായതുകൊണ്ട് കൊച്ചിന് ഇതിലും വലുതൊന്നും ചിന്തിക്കാനില്ല. അതുകൊണ്ടാണ് ശാഠ്യപൂർവ്വം പറഞ്ഞത്, എനിക്ക് സ്വർഗം വേണ്ട, അവനേറ്റവും ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. ഇനിയൊരു പിശാചിൻ്റെ അടുക്ക പോകാൻ അവൻ തയ്യാറല്ല. ഒരു കുടുംബാന്തരീക്ഷമായിത്തീരുന്നത് നമ്മളാക്കുന്നതാണ്. അത് സ്നേഹമുള്ള അന്തരീക്ഷമാണോ, അത് സ്വർഗമായി തീരും. ക്ലാസ് എടുക്കാൻ ചെന്ന 8ാം ക്ലാസ്സിലെ പിള്ളേർ, ഇംഗ്ലീഷ് മീഡിയം, ബോയ്സും ഗേൾസും ഉണ്ട്. 8ാം ക്ലാസ്. ഈ മക്കൾക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഒരുവിധം അനുസരണമുള്ള പിള്ളേർ. ക്ലാസ് എടുത്ത് വന്നപ്പോൾ ബൈബിളിൽ നിന്ന് ഞാൻ 3 വാചകങ്ങൾ അവരെ വായിച്ച് കേൾപ്പിച്ചു. നല്ല മിടുക്കര് പിള്ളേർ, എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്. ഇന്ന് ഏത് ഭാഗം പറഞ്ഞാലും പെട്ടെന്ന് എടുക്കാൻ നമ്മുടെ പിള്ളേർക്കറിയാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് ആദ്യം ഞാൻ അവരോട് പറഞ്ഞത്. ആകയാൽ സഹോദരങ്ങളെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ആകയാൽ സഹോദരങ്ങളെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ പരസ്പരം സ്നേഹിക്കുന്നവനെ ദൈവത്തെ കാണാൻ പറ്റൂ. പരസ്പരം സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവാനുഭവം ഉണ്ടാകില്ല. ആകയാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. പിള്ളേർക്ക് മനസ്സിലായി. അവരിൽ 4 പേരോട് ഞാൻ ആ ഭാഗം ഓരോരുത്തരായിട്ട് ഉറക്കെ വായിക്കാൻ പറഞ്ഞു. പിള്ളേർ വായിച്ചു. 5 പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ഒന്നിച്ച് ആ വാചകം പറയാൻ പറഞ്ഞു. അവർ 35 പേര് ഒരുമിച്ച് ഉറക്കെ ആ ഭാഗം ഒന്നിച്ചു പറഞ്ഞു. നല്ല രസമായിരുന്നു കേൾക്കാൻ. രണ്ടാമത് ഞാൻ അതേ അധ്യായത്തിൽ നിന്ന് വേറൊരു വാചകം കൊടുത്തു. നമ്മളാരും ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടിട്ടില്ല, എന്നാൽ നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. അതും അവർ വായിച്ചു, ഒന്നിച്ചു പറഞ്ഞു. ഒരു വാചകവും കൂടി ഞാൻ ആ അധ്യായത്തിൽ നിന്ന് കൊടുത്തു. അവസാനത്തെ വാചകം 20-21. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനാകില്ല. ഇത് ഈശോയിൽ നിന്ന് കിട്ടിയ കൽപ്പനയാണ്. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിച്ചാലേ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ. ഞാനിവരോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ടോ? വളരെ ഗൗരവമായിട്ട് പിള്ളേർ പരസ്പരം ആലോചിച്ചു. എന്നിട്ട് ചിലർ പറഞ്ഞു, ഉണ്ട് സിസ്റ്റർ. എന്തുകൊണ്ട്? ഞങ്ങളുടെ വീട്ടിൽ സ്നേഹമുണ്ട്. ഇപ്പോൾ പറഞ്ഞ 3 സെൻറ്റൻസിലും അതല്ലേ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ സ്നേഹമുണ്ട്. ആരൊക്കെ തമ്മിലാണ് സ്നേഹം? ഡാഡിയും മമ്മിയും തമ്മിലും, ഞങ്ങൾ തമ്മിലും, ഡാഡിക്കും മമ്മിക്കും ഞങ്ങളോട്, ഞങ്ങൾക്ക് അവരോടും ഒക്കെ സ്നേഹമുണ്ട്. അതുകൊണ്ട് ദൈവമുണ്ട്. ദൈവം വസിക്കുന്ന ഭവനത്തെ എന്തു പറയും മക്കളെ? പിള്ളേർ ഇച്ചിരി നേരം ആലോചിച്ചു. ഞാൻ മൈക്കിൽ കൂടെ പയ്യെ മീട്ടിക്കൊടുത്തു. ആ സ്വർഗം സ്വർഗം സ്വർഗം. എല്ലാ ഭവനങ്ങളും സ്വർഗമാണോ? അല്ല ടീച്ചറെ. അതെന്താ? സ്നേഹമില്ലാത്ത വീടുണ്ട്. ഡാഡി വന്നാൽ ഒരുപാട് തല്ലും, ഒരുപാട് വഴക്കൂടും, മമ്മിയെ പിടിച്ചിട്ട് ഇടിക്കും,
അതൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ചില പിള്ളേർ കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ വന്ന് പറയണേ, അവിടെയൊക്കെ ദൈവമുണ്ടോ, സ്നേഹമില്ലല്ലോ. അപ്പോൾ അവിടെ ആരാ വസിക്കുന്നത്? പിശാച്. 8ാം ക്ലാസ്സിലെ പിള്ളേരാ പറയുന്നതെന്ന് ഓർക്കണം. പിശാച്. അപ്പോൾ ആ വീട് എന്തായിരിക്കും? നരകം. നരകം. എൻ്റെ വീട്ടിൽ 8ാം ക്ലാസ്സിലും അതിന് മുകളിലും താഴെയും പഠിക്കുന്ന എൻ്റെ വീട്ടിലെ പിള്ളേരോട് ഇതെന്ന് ചോദിച്ചാൽ അവരെന്തുത്തരം പറയും? നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മുടെ വീട് ഒരു സ്വർഗമാക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവം നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുക, സ്നേഹമുണ്ടെന്ന് പ്രകടമാക്കുക. അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് മനസ്സിലാകും ഞാൻ ജീവിക്കുന്നത് ഒരു സ്വർഗത്തിലാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം, അവരുടെ മനസ്സിൽ പതിയേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. കാരണം ഇവിടെ സ്നേഹമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് ചിന്തിച്ചേ, ഇവിടെ സ്നേഹമുണ്ടോ? ഒന്നിച്ചൊരേ പാത്രത്തിൽ നിന്ന് നുള്ളിപ്പറക്കി ഭക്ഷണം കഴിക്കുന്ന ജ്യേഷ്ഠനും അനുജനും, ദൈവം കൊടുത്ത 2 മക്കൾ, അവരിന്ന് വലുതായി, 2 പേരും കല്യാണം കഴിച്ചു. എന്തോ ജ്യേഷ്ഠൻ അനുജനെ കാണരുത്, കണ്ട വികൃത പേരുകളെ വിളിക്കുള്ളൂ. ആ വീട്ടിൽ തന്നെ വിളിച്ചു കേട്ടിട്ടുള്ള പേരുകൾ, പട്ടിയെന്നും പൂച്ചാന്നും തെണ്ടിയെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുകൾ, അവരെ കൊണ്ടുള്ള ശല്യം. എപ്പോഴും ചേട്ടൻ പറയും നിന്നെ ഞാൻ കൊല്ലുമിടാ. അനുജൻ അത്രയും ബഹളമില്ല. എന്തിനാ ചേട്ടായി എന്നെ കൊല്ലണേ? അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് ചോദിക്കും. അവന് പേടിയാണ്. എന്തിനാ ചേട്ടായി എന്നെ കൊല്ലുന്നേ? അതിനൊക്കെ കാരണമുണ്ട്, അതൊന്നും നിന്നോട് പറയണ്ട, ഞാൻ കൊല്ലും. അങ്ങനെ 2 പേരും വലുതായി കല്യാണം കഴിച്ച് 2 പേർക്ക് ഈ 2 മക്കളുണ്ട്. ഇളയവൻ്റെ 2ാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് 20 ദിവസമേ ആയുള്ളൂ. അതിനോടിടയ്ക്ക് ഈ അനുജനെ കൊല്ലാൻ ജ്യേഷ്ഠൻ ഒരു ശ്രമം നടത്തി. കടന്നു പോകുന്ന വഴിയിൽ സ്വന്തം ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന ഒരു കഠാരി ആരും ശ്രദ്ധിക്കാത്ത നേരത്ത് പുറത്തെടുത്തിട്ട് കടന്നു പോകുന്ന അനുജൻ്റെ വയറ്റിൻ്റെ വലതുവശത്തു കൂടി അതങ്ങ് കയറ്റി. അപ്പോൾ അനുജൻ വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞു. ചിലരൊക്കെ തിരിഞ്ഞു നോക്കി. അതിനോടിടയ്ക്ക് ഈ കടാരി കെട്ടിയ ജ്യേഷ്ഠൻ അതിൻ്റെ പിടിയിൽ പിടിച്ചിട്ട് 2-3 തിരിക്കലും കൂടി അങ്ങ് തിരിച്ചു. അപ്പോഴത്തേക്കും അനുജൻ നിലത്ത് വീണു. ആളുകൾ ഓടിയെത്തി വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടൻ ഓപ്പറേഷൻ, ഇല്ലെങ്കിൽ മരിക്കും. കുടൽ മുഴുവൻ നുറുങ്ങിപ്പോയി. ഡോക്ടർ വയറ് കീറി ആ നുറുങ്ങിക്കിടന്നിരുന്ന കഷ്ണങ്ങളെല്ലാം വാരിയെടുത്ത് അവിടെ വെച്ചിരുന്ന ബക്കറ്റിലേക്ക് ഇട്ടു. ഒരു കഷ്ണം മാത്രം കുറച്ച് നീളത്തിൽ കിട്ടി. അത് ദേഹത്ത് നിന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ അത് ഒരുക്കി അത് വേറെ എന്തോ ട്യൂബൊക്കെ പിടിപ്പിച്ചിട്ട്, നിങ്ങൾ കേട്ട് കാണും, ഇങ്ങനെ വയറ്റിൽ വൻകുടലിന് വലിയ നാശം വന്നാൽ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അത് പുറത്തോട്ടാക്കും. അതിൻ്റെ അറ്റം വയറിൻ്റെ പുറത്തോട്ട് പിടിപ്പിച്ച്, കൊളോസ്റ്റമി എന്നാണ് ആ ഓപ്പറേഷന് പേര് പറയുന്നത്. അവിടെ ഒരു ബാഗ് പിടിപ്പിച്ചിട്ട് വയറ്റിൽ നിന്ന് പോകുന്നതെല്ലാം ഈ ബാഗിൽ നിറഞ്ഞു കഴിയുമ്പോൾ ബാഗ് ഊരി കഴുകാൻ സംവിധാനമുണ്ട്. വേറൊരു ബാഗ് പിടിപ്പിക്കും. അങ്ങനത്തെ ഒരു ഓപ്പറേഷനോടുകൂടി അനുജൻ രക്ഷപ്പെട്ടു. ചേട്ടൻ ആഗ്രഹിച്ചത് കൊല്ലാനാ. അവൻ മരിച്ചില്ല. ചേട്ടൻ അപ്പോഴും പറഞ്ഞു, സുബോധത്തോടെ പറഞ്ഞു, നീ സന്തോഷിക്കൊന്നും വേണ്ട, ഇത് ആദ്യത്തെ സ്റ്റെപ്പ്, ഞാൻ നിന്നെ കൊല്ലും. അങ്ങനെ വീണ്ടും അവിടുത്തെ വലിയ പെരുന്നാൾ വന്നു. അപ്പോൾ അപ്പൻ ഇതെല്ലാം കണ്ടിട്ട് വിചാരിച്ചു ഇവരടുത്ത് കിടന്നാൽ പറഞ്ഞോണം തന്നെ ചേട്ടൻ ചെയ്യും. അതുകൊണ്ട് 250 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് ഒരു നല്ല സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ചേട്ടനെ കുടുംബത്തെ അങ്ങോട്ട് മാറ്റി, ഈ തമ്മിൽ കൊല്ലാതിരിക്കാൻ. അവിടെയാണെങ്കിലും ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെയാണ് അന്ന് വലിയ പെരുന്നാൾ കഴിഞ്ഞ ആ ദിവസം അനുജൻ പെരുന്നാൾ പ്രമാണിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി. ചേട്ടനും 2 കൂട്ടുകാരും കൂടെ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ കുറേ ആസിഡ് വലിയ ജാറിൽ ശേഖരിച്ചു വെച്ചു. ചേട്ടനാണ് അനുജനെ പിടുത്തം കിട്ടിയത്. പിടിച്ച് വലിച്ചാരുമില്ലാത്തിടത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സ്പ്രെയർ ഉപയോഗിച്ച് അനുജൻ്റെ കണ്ണിലും മൂക്കിലും ചെവിയിലും ഒക്കെ ആസിഡ് അടിച്ചു കയറ്റി. അത്രയും കൊണ്ടാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം. അടുത്തത് അവൻ്റെ ആ ഇട്ടിരുന്ന ട്യൂബ് വലിച്ചൂരി അങ്ങ് കളഞ്ഞിട്ട് ആ ട്യൂബിലൂടെ എന്തോ ഒരു ആസിഡ് അകത്തേക്ക് കയറ്റാമോ അത്രയും കയറ്റിയപ്പോഴത്തേക്കും അനുജൻ താഴെ വീണു. ഒരു വിറക് കഷ്ണം പോലെ എടുത്ത് ആളുകൾ ഈ ആശുപത്രിയിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ട് 15 മിനിറ്റെങ്കിലും കഴിഞ്ഞു. അങ്ങനെ ആ ജീവിതം തുലച്ചു. എന്ത് കിട്ടി മക്കളെ? എന്ത് കിട്ടി? ജ്യേഷ്ഠന് എന്ത് കിട്ടി? അനുജന് എന്ത് കിട്ടി? ഇന്നും അയാൾ ജയിലിൽ കിടക്കുന്നു. ആ കുടുംബത്തെ തീരാത്ത ശാപവും ദുഃഖവും.
അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സന്തോഷത്തിൽ മുന്നോട്ട് പോകണം, സന്തോഷത്തിൽ ജോയ്ഫുള്ളായിരിക്കണം. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം. രണ്ടാമത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളർന്നു വരേണ്ട ഒന്നാണ് സന്തോഷത്തിന് നിദാനമായ സ്നേഹം. ഇത് രണ്ടും ഒന്നിച്ചേ പോവുള്ളൂ. എവിടെ സന്തോഷമുണ്ടോ അവിടെ സ്നേഹമുണ്ട്, അവിടെ സ്നേഹമുണ്ടോ അവിടെ സന്തോഷമുണ്ട്. സ്നേഹിക്കണം മക്കളെ, ഭാരമായിട്ട് കാണരുത്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ സ്വഭാവത്തിൻ്റെ പോരായ്മകളോ കണ്ടാൽ ചീത്ത പറയരുത്, സ്നേഹിക്കണം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ സത്യസന്ധത വേണം. കൊച്ചിലേ പഠിപ്പിക്കേണ്ടതാണ് സത്യസന്ധത. നമ്മൾ ശ്രമിച്ചാൽ അത് നടക്കും. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വലിയ ട്രോഫി പോലെ അമ്മ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുക, ചെല്ലുന്നവരൊക്കെ കാണിച്ചു കൊടുക്കും. ഇതെവിടെ നിന്നാ ചേച്ചി? ഇത് എൻ്റെ മോൻ കണ്ടെന്നതാ, ആരാണ്ടിൻ്റെ ഇതെടുത്തുകൊണ്ട് വന്നത്, അവനൊരു മിടുക്കനാ. എന്തായി? അടുത്ത കൊച്ച് അതിലും വലുത് മോഷ്ടിക്കാൻ നോക്കും. അപ്പച്ചൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് സാഹചര്യവശാൽ അറിഞ്ഞത് കൊച്ചുമോൻ കടയിൽ അമ്മ എന്തിനോ വിട്ടിട്ട് അവിടെ നിന്ന് ഒരു നല്ല പുസ്തകം മോഷ്ടിച്ചുകൊണ്ട് പോന്നു. അവനത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോന്നു. വാങ്ങിച്ചല്ല, മോഷ്ടിച്ചുകൊണ്ട് പോന്നു. അപ്പച്ചനറിഞ്ഞു, വിളിച്ചു, ചോദിച്ചു. അപ്പോൾ ഇവൻ ഓടി അമ്മയുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, എന്നെ വഴക്കുവരരുതെന്ന് പറയാം, എന്നെ തല്ലരുതെന്ന് പറയാം, ഞാൻ നാളെ പോകുമ്പോൾ കൊണ്ടേ കൊടുത്തോളാം. അപ്പച്ചൻ പറഞ്ഞു, നാളെ ആക്കണ്ട, നീ ആ പുസ്തകം എടുത്തുകൊണ്ട് വാ. ഉടനെ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ വരില്ല, നാളെ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞില്ലേ? നിന്നോട് നാളെ എന്നല്ല പറഞ്ഞു, ഇങ്ങോട്ട് പാടാ. അപ്പം ഗൗരവത്തിൽ വിളിച്ചപ്പോൾ പേടിയായി. പുസ്തകം എടുത്തുകൊണ്ട് ചെന്നു. അപ്പൻ അവൻ്റെ വിറയ്ക്കുന്ന മറ്റേ കയ്യെ പിടിച്ചു. എന്നിട്ട് ആ കടയിലേക്ക് നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ കൊണ്ട് തന്നെ കടക്കാരനോട് പറയിപ്പിച്ചു, ഞാൻ ഇച്ചിരി മുമ്പേ ഇവിടെ വന്നപ്പോൾ ഇത് കട്ടെടുത്തുകൊണ്ട് പോയതാ. കടക്കാരൻ പറഞ്ഞു, പോട്ടെ, പിള്ളേരല്ലേ. എന്നാലും അവനത് പറഞ്ഞപ്പോൾ ഇനി കള്ളത്തരം ചെയ്യരുതെന്ന് അവന് മനസ്സിലായി. നമ്മളിൽ എത്ര പേർക്കുണ്ട് ധൈര്യം നമ്മുടെ മക്കളെ ഈ ഒരു തലത്തിൽ വളർത്തിയെടുക്കാൻ? അപ്പോൾ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഭംഗി വരാൻ, ആര് കണ്ടാലും എവിടെ പോയാലും മിടുക്കൻ, ആ കൊച്ചേതാ നല്ല മിടുക്കൻ എന്ന് പറയിപ്പിക്കത്തക്ക ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളരട്ടെ. വളരാൻ നമ്മളവരെ സഹായിക്കണം. അതിലേറ്റവും നല്ല മറ്റൊന്നാണ് വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുക, എല്ലാം നന്മയായി ഭവിക്കും. കണക്കിന് എല്ലാ തവണയും ഫസ്റ്റ് വാങ്ങിച്ചിരുന്ന എനിക്ക് പരിചയമുള്ള ഒരു മോന് ആ തവണ ഫസ്റ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ജയിക്കാനുള്ള മാർക്കേ ഉള്ളൂ. അവന് ഭയങ്കര സങ്കടമായി. ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ മാർക്കൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് ഇച്ചിരി മാർക്കാണ് കിട്ടിയുള്ളൂ കണക്കിന്, എല്ലാ തവണയും നല്ല മാർക്ക് കിട്ടേണ്ടതാണ്, ഇത്തവണ ഇച്ചിരി മാർക്കേ കിട്ടിയുള്ളൂ. എന്നിട്ട് ഉടനെ അവൻ കൂട്ടിച്ചേർത്ത് എന്തെന്നാണെന്നറിഞ്ഞോ, എന്തെങ്കിലും നന്മ വരുമായിരിക്കും. വീട്ടിൽ സാധാരണ പറയുന്നൊരു പല്ലവിയത്. എന്ത് കഷ്ടത വന്നാലും എന്തെങ്കിലും നന്മയ്ക്ക് ദൈവം തന്നതായിരിക്കും. ഈ മനോഭാവങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ നമ്മൾ ഇടം കൊടുക്കണം. അതൊക്കെ വലുതാവുമ്പോൾ ഉണ്ടായിക്കോളും. ഇല്ല, വിത്ത് നട്ട് വേണ്ട നേരത്ത് വളം ചെയ്ത് വെള്ളമൊഴിച്ച് വളർത്തിയാലേ ആ വിത്ത് നല്ലൊരു ചെടിയായി തീരുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇത്തരം വിത്തുകൾ, നന്മയുടെ വിത്തുകൾ പാകി അതിന് വെള്ളവും പോഷകവും കൊടുത്താൽ അത് കണിശമായിട്ടും വളരും, ഫലം പുറപ്പെടുവിക്കും. ആകയാൽ എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ എൻ്റെ കുടുംബം തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികളെയും ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞു മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന നന്മകൾ ഈ കൊച്ചു പ്രായം മുതൽ അവരുടെ ജീവിതത്തിലേക്ക് പങ്കുവെച്ച് കൊടുക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ യാചിച്ചുകൊണ്ട് എല്ലാറ്റിനും ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഒരുക്കി തന്നിരിക്കുന്നതെല്ലാം നന്മയാക്കി തീർക്കാൻ, അങ്ങ് എല്ലാം നന്മയാക്കുന്ന പരിപാലനയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ, അങ്ങനെ അവരുടെ ജീവിതം അങ്ങുമായി ബന്ധപ്പെട്ടൊരു ജീവിതമായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, നീ എനിക്ക് തന്ന കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുഞ്ഞുമക്കളെയും തൃക്കരങ്ങളിലേക്ക് അങ്ങയുടെ സംരക്ഷണത്തിനായിട്ട് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, ഞങ്ങളെ ആശീർവദിക്കണം. നീ മനുഷ്യനായി പിറന്ന ആ കൊച്ചു വീടുണ്ടല്ലോ, നസ്രസിലെ കൊച്ചു വീട്, ആ വീട്ടിൽ തിളങ്ങി നിന്ന എല്ലാ നന്മകളും കൃപകളും ഞങ്ങളുടെ കുടുംബത്തിലും നിറഞ്ഞു നിൽക്കത്തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നിൻ്റെ കരസ്പർശനത്താൽ നല്ലവരാക്കി തീർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെ സ്തുതിക്കുവാൻ ഈ കുടുംബത്ത് എല്ലാ വിശുദ്ധരോടും മാലാഖ വൃന്ദങ്ങളോടും ചേർന്ന് നിന്നെ വാഴ്ത്തുവാൻ ഇടവരത്തക്ക വിധം ഞങ്ങളെല്ലാവരെയും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നീ വളർത്തണമേ, അനുഗ്രഹിക്കണമേ.
പിടിച്ചു നിൽക്കാൻ കൃപ തരണമേ. ആമേൻ.